ഹായ് ഓൾ, ഇറ്റ്സ് മീ ഫർഹാന ഷിഹ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ചാനലിനും മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പം അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ താങ്ക്സ് പറയുകയാണ്. കാരണം നിങ്ങളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അപ്പം നിങ്ങളുണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ അത് വെരിഫൈ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ താങ്ക്സ് പറയുകയാണ്. ഇത് എടുത്തെടുത്ത് ഞാൻ പറയുകയാണ് കേട്ടോ. കാരണം നിങ്ങളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റില്ലായിരുന്നു. സോ താങ്ക് യു എവ്രി വൺ. അപ്പോൾ നമ്മളൊരു 5 മാസത്തിനുള്ളിലാണ് ഈ ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മോണിറ്റൈസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവറും വേണം. അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. ഈ 4000 വാച്ച് അവർ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സിന് വ്യൂസ് വേണം. അപ്പം ഈ ഒരു ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറോ അതല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 10 മില്യൺ ഷോർട്സിൻ്റെ വ്യൂസോ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും. യൂട്യൂബിൻ്റെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ക്രൈറ്റീരിയ ആണിത്. അപ്പം ഇന്നിപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് അത് വെരിഫൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 5 മാസത്തിനുള്ളിലാണ് ഈ ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായിട്ടുണ്ട് കേട്ടോ. പലർക്കും അറിയില്ലായിരിക്കും. നമ്മൾ കോവിഡിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഒരു 2-3 മാസം മാത്രമേ എനിക്ക് ചാനലുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോഴത്തേക്കും പ്രഗ്നൻസി വന്ന് പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വന്നതുകൊണ്ട് എനിക്ക് ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു 2-3 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാച്ച് അവറും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്ക് ചാനലിലേക്ക് അത്ര ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്കൊരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ ഒരു 5-6 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുട്ടീൻ്റെയും അതുപോലെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ മാനേജ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ചാനൽ അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ഞാനൊരു 3 മന്ത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ടീച്ചിങ് കണ്ടിന്യൂ ചെയ്യണോ അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു ചാനൽ റീസ്റ്റാർട്ട് ചെയ്തൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഒക്കെ കൂടെ മാനേജ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അന്ന് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആളും നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ആളും സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 8-ാം തീയതിയാണെന്ന് തോന്നുന്നു. നമ്മൾ ചാനൽ ഫസ്റ്റ് വീഡിയോ, അതായത് നമ്മളിപ്പം ചാനൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് തന്നെ പറയാം. കാരണം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 8-ാം തീയതിയാണ്. ഇപ്പം ഇന്ന് ജൂൺ 11th ആണ്. അപ്പം ഈ ഒരു 5 മാസത്തിനുള്ളിലായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 365 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു 4000 വാച്ച് അവർ കിട്ടണം. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ 4000 വാച്ച് അവർ എന്നുള്ളത് 365 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടണം. അപ്പം എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല 5 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കൊല്ലം കൊണ്ട് എങ്ങനെയെങ്കിലും അതായത് 365 ദിവസം കൊണ്ട് മോണിറ്റൈസേഷന് ആക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് ഇത്ര പെട്ടെന്നാവും എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ താങ്ക്സ് പറയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലാസ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിട്ടുള്ളത്. എന്നെ പോലെ ഒരു ബിഗിനർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് വ്യൂസ് കൂടാൻ പറ്റുക,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അല്ല ഇപ്പോഴും ഒരു ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, വ്യൂസ് കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും ചെറിയ കാര്യങ്ങളാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന ചെറിയ ചെറിയ ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നോർമലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ നോർമലി അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നെ ഈ ഒരു മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ ആക്കിയത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു സന്തോഷ വാർത്ത പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഒരു ബിഗിനർക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്രത്തോളം ടാസ്ക് ആണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് കൂടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് വ്യൂസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ നമ്മുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ചെറിയ ചെറിയ ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന വ്യൂസോ അല്ലെങ്കിൽ വാച്ച് അവറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കണം. അതായത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആവാതിരിക്കണം. അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? മറ്റൊന്നുമല്ല, ഞാൻ ഈ ഒരു യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ മൈൻഡിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ഒരു വർഷത്തേക്ക് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും അതിനിപ്പോൾ വ്യൂസ് കുറവാണ് അല്ലെങ്കിൽ വാച്ച് അവർ കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, എന്തൊക്കെ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും വീഡിയോസ് ഞാൻ ഈ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും എന്നുള്ളത് ഞാൻ എൻ്റെ മൈൻഡിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസോ വാച്ച് അവറോ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് പോലും നിങ്ങൾ മൈൻഡ് ആക്കരുത് എന്നുള്ളത്. ഈ ഒരു വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു 4000 വാച്ച് അവറും അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു വർഷം നമ്മൾ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ, അതായത് നമ്മൾ ഒരു കാര്യത്തിലും ബോധേഡ് ആവാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ നെയിമാണ്. നമ്മൾ എന്തായാലും നമുക്ക് നമ്മുടെ ചാനലിന് ഒരു പേരുണ്ടായിരിക്കും അല്ലേ? അപ്പം പലരും പല പേരും കൊടുക്കുന്നത് കാണാറുണ്ട്. ചിലർ അവരുടെ സ്വന്തം പേര് കൊടുക്കാറുണ്ട്. അങ്ങനെ പല പല പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുമ്പം എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ചാനലിൻ്റെ പേര് വേറെ യൂട്യൂബിൽ അതുപോലെയുള്ള പേരുള്ള ചാനൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം നമ്മളിപ്പം നമ്മൾ അറിയുന്ന ഒരാൾ നമ്മുടെ ചാനലിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ലിറിയ ഫാഷൻസ് എന്നാണ്. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലിറിയ ഫാഷൻസ് എന്ന് ഞാൻ പറയും. അപ്പോൾ ആളത് യൂട്യൂബിൽ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ എന്നേക്കാൾ കൂടുതൽ റീച്ച് ഈ ഒരു പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വേറൊരാൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആളുടെ ചാനലായിരിക്കും ഫസ്റ്റ് യൂട്യൂബിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരാണെങ്കിലും ആ ഒരു ചാനലിലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതും വീഡിയോസ് കാണുന്നതും ഒക്കെ. പ്രത്യേകിച്ച് നമ്മൾ ഫേസ് കാണിക്കാത്ത വീഡിയോസൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ഈ മറ്റൊരു ചാനലിനും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ അതുപോലെ തന്നെ ചാനലിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമ്മൾ കണ്ടൻറ്റ് എന്താണോ അതിനോട് റിലേറ്റ് ആയിട്ട് വേണം നമ്മൾ ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള പേര് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ ചാനലിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിറിയ ഫാഷൻസ് എന്നുള്ള പേരാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ കണ്ടൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് വേണം, അതിന് റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചാനലിന് പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേര് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പേര് യുണീക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേരായിരിക്കണം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ വ്യൂവേഴ്സിന് ഏത് രീതിയിലുള്ള വീഡിയോസാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവർക്ക് വീഡിയോസ് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അവർ അവരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസിലും ഒക്കെ നമ്മളോട് പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവർക്ക് വീഡിയോസ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി, നമുക്ക് ലൈറ്റിംഗ് ആണെങ്കിലും അതുപോലെ സൗണ്ട് ആണെങ്കിലും മൊത്തത്തിൽ നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി ഏറ്റവും നമ്മളെയും കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം നമ്മളെ വീഡിയോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും വ്യൂവേഴ്സിനെ നമ്മുടെ വീഡിയോയിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മളാരും സെലിബ്രിറ്റീസ് അല്ല, നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിലൂടെയാണ് നമ്മുടെ വ്യൂവേഴ്സ് അവർക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് എത്രത്തോളം യൂസ്ഫുൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ റീച്ച് കയറും, അവരുടെ വീഡിയോ പെട്ടെന്ന് തന്നെ വ്യൂസ് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് നമ്മുടെ വീഡിയോയിലൂടെ മാത്രമേ അവർക്ക് നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ വീഡിയോ അവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒരു ദിവസം 2 ദിവസം ലൈറ്റായിട്ട് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1 ഇയർ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എത്രത്തോളം വീഡിയോസ് പെട്ടെന്ന് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് മറ്റുള്ളവരുടെ സജഷനിലോട്ട് എത്തിക്കുന്നത്. ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഡെയിലി വീഡിയോ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേ ചൂസ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ദിവസങ്ങളിൽ വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ്. അപ്പോൾ തിങ്കൾ കഴിഞ്ഞാൽ നമുക്ക് ചൊവ്വാഴ്ച വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈമുണ്ട് അവിടെ. പിന്നെ എനിക്ക് ബുധനാഴ്ച അത് പോസ്റ്റ് ചെയ്യാം. പിന്നെ ബുധൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴാഴ്ച എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈമുണ്ട്, അതെനിക്ക് വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഞാൻ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഏത് ടൈം ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ആദ്യമൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും, പിന്നെ അതുപോലെ കുട്ടികളുടെ സ്കൂൾ പൂട്ടലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു 2 മണി എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമായി മാറി. 2 മണി എന്നുള്ളത് പിന്നെ 3 ആയി, 4 ആയി, 5 ആയി, ചില ദിവസങ്ങളിലൊക്കെ 6 മണിയൊക്കെ ആയി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്താ പറയുക, ഒരു സ്ഥിരത ഇല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട, അതായത് ടൈമിലൊരു സ്ഥിരത ഇല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രാത്രി 8 മണിയാകുമ്പോഴത്തേക്കും എന്തായാലും വീഡിയോ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിയാറുണ്ട്. അപ്പം രാത്രി 8 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പം എനിക്ക് ഉച്ചയ്ക്ക് ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ രാത്രി 8 മണി എന്നുള്ള ടൈം അവിടെ ഫിക്സ് ചെയ്തു. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് ഞാൻ വീഡിയോസ് ചെയ്യാം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം, ഇനിയിപ്പം ആഴ്ചയിൽ 3 ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ 2 ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എത്രത്തോളം നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ചാനൽ റീച്ച് ആവും. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് ആ ഒരു ദിവസം നിങ്ങൾ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്ത് വെക്കുക. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ടൈമും നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ടൈം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തിരക്കും കൂടെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ടൈം ചൂസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സ് ഏത് ടൈമാണോ കൂടുതൽ വീഡിയോസ് കാണുന്നത് ആ ഒരു ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് ആ ഒരു ടൈമിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അതിനിപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണ് എന്നുണ്ടെങ്കിലും ആ ഒരു 2 ദിവസം എപ്പോഴും, ഇപ്പോൾ തിങ്കളാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച എന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ല, തിങ്കൾ, ബുധൻ ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ തിങ്കളും ബുധനും എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ മറ്റുള്ളവരുടെ സജഷനിലോട്ട് എത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോക്ക് ഒരു കണ്ടിന്യൂഷൻ കൊണ്ടുവരിക.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിലിൻ്റെ കാര്യത്തിലാണ്. തംബ്നെയിലിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയായിരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടന്റ് എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ ഈ ഒരു തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവണം. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു തംബ്നെയിലിൽ ഈ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു തംബ്നെയിൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ എന്താണോ പറയുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു തംബ്നെയിലിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയണം. പിന്നെ നമ്മൾ തംബ്നെയിലിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള തംബ്നെയിൽ മാക്സിമം നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇപ്പം ചില വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ചില വീഡിയോസ് നമ്മൾ തംബ്നെയിൽ കണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തംബ്നെയിലിൽ പറയുന്ന കാര്യങ്ങളും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും യാതൊരു ബന്ധവും ഉണ്ടാവില്ല അല്ലേ. തംബ്നെയിലിൽ വേറെ എന്തെങ്കിലും പറയും, പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരക്ഷരം പോലും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഒന്നോ രണ്ടോ വീഡിയോസ് നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ഒന്നോ രണ്ടോ വീഡിയോസ് നമുക്ക് നല്ല റീച്ചായിട്ട് കിട്ടും. പക്ഷേ പിന്നീടുള്ള വീഡിയോസിന് നമുക്ക് ആ ഒരു വ്യൂസ് അവിടെ കുറയും. കാരണം നമ്മൾ ഈ ഒരു തംബ്നെയിൽ കാണുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഇന്ന ചാനലിൻ്റെ തംബ്നെയിലാണ്, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പ്ലേ ചെയ്തപ്പം തംബ്നെയിലിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അപ്പം ഈ ഒരു ആള് ചിന്തിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീടുള്ള നമ്മുടെ വീഡിയോസിൻ്റെ റീച്ച് അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതെൻ്റെ പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ ആണ്. പലരും പറയാറുണ്ട് തംബ്നെയിലിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സ് കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ കൊടുക്കണം, പക്ഷെ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ തംബ്നെയിലിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുണീക്നെസ് നമ്മൾ തംബ്നെയിലിൽ കൊണ്ടുവരിക. അതായത് ഇപ്പം നമ്മുടെ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പം എൻ്റെ ചാനലിൻ്റെ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സ് പറയാറുണ്ട് കേട്ടോ, എന്നോട് പേഴ്സണലി പറയാറുണ്ട്, തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങളുടെ വീഡിയോ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അവർ പേഴ്സണലി പറയാറുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ഒരു യുണീക്നെസ് നമ്മുടെ തംബ്നെയിലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സസ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. വേറെയുള്ള വീഡിയോസൊന്നും കൂടുതലായിട്ടും ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരേ പാറ്റേണിൽ വരുന്ന, അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത് ഇന്ന ചാനലിൻ്റെ തംബ്നെയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു യുണീക്നെസ് നമ്മുടെ തംബ്നെയിലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മൾ തംബ്നെയിലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് ടെക് ചാനലുകളുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടെക് ചാനലിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് യൂട്യൂബിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് ഡേ ടു ഡേ എന്ന് പറയുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു ടെക് ചാനലിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് വീഡിയോ എന്തായാലും ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ റൂളിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരുപാട് യൂട്യൂബ് ഇതുപോലെ ടെക് ചാനൽസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതലായിട്ടും നോക്കുന്നത് ഷിജോ പി എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ചാനലാണ്. ആളുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും ഷിജോ പി എബ്രഹാം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ നോക്കുന്നത് ജെ4 ടെക്, അതുപോലെ യൂട്യൂബ് കോർണർ മലയാളം, AVS യൂട്യൂബ് ടിപ്സ്, ഈ ചാനലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാറുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ തന്നെയാണ് ഞാൻ പോകാറുള്ളത്. അപ്പം ഇത്തരം ഏതെങ്കിലും ഒരു ചാനൽ, ഏത് ചാനൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെക് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമായിരുന്നു, ഞാനത് വിട്ടുപോയതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ 4000 വാച്ച് അവറോ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസോ ആണെന്നുള്ളത്. അപ്പം ഈ ഒരു രണ്ട് സംഭവത്തിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. 4000 വാച്ച് അവർ ചൂസ് ചെയ്യണോ അതോ 10 മില്യൺ ഷോർട്സിൻ്റെ വ്യൂസ് സെലക്ട് ചെയ്യണോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു 4000 വാച്ച് അവറോ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസോ ആണ്. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പം എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നത് ഈ ഒരു 4000 വാച്ച് അവറാണ്. കാരണം 10 മില്യൺ എന്നൊക്കെ പറയുമ്പം അത്
എൻ്റെ മൈൻഡിൽ അത് വലിയൊരു സംഭവമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ലോങ് വീഡിയോസിലാണ്. ലോങ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് ലോങ് വീഡിയോസിലാണ്. അപ്പം ലോങ് വീഡിയോസ് ഞാൻ കൂടുതലായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു. പിന്നെ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ലോങ് വീഡിയോസിലാണെന്ന് മാത്രം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യുക ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം 4000 വാച്ച് അവർ ആണോ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഫസ്റ്റ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവരിക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പം 10 മില്യൺ ഷോർട്സ് വ്യൂസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡെയിലി ഒരു 5 6 അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഷോർട്സ് നിങ്ങൾ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ചില ആളുകൾ 10 ഷോർട്സ് ഇതൊക്കെ ഡെയിലി ഇടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിലൊക്കെ മാത്രമേ നമുക്ക് ഈ ഒരു ഷോർട്സിൻ്റെ ഈ ഒരു 10 മില്യൺ ഷോർട്സ് വ്യൂസ് എന്നുള്ള ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഷോർട്സിൻ്റെ 10 മില്യൺ വ്യൂസ് ആണോ അല്ലെങ്കിൽ 4000 വാച്ച് അവർ ആണോ വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾ ലോങ് വീഡിയോസ് ആണോ ഷോർട്ട് വീഡിയോസ് ആണോ കൂടുതൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഞാൻ ചെയ്തത് ലോങ് വീഡിയോസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പബ്ലിക് ആക്കണോ അതോ പ്രൈവറ്റ് ആക്കണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്, അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോർമലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ഫസ്റ്റ് അൺലിസ്റ്റഡ് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനത് പബ്ലിക് ആക്കാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തലേ ദിവസം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിടാറുണ്ട്. എഡിറ്റിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിടാറുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ ഒരു അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ ഇടുന്നു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വ്യൂസ് കൂടുന്നുണ്ട്. ഇത് ഞാൻ പല വീഡിയോസിലും പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്കത് വർക്കായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അൺലിസ്റ്റഡ് ഇട്ടിട്ട് പിന്നെ ഒരു 2-3 മണിക്കൂറിന് ശേഷം പബ്ലിക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വ്യൂസ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ടും അറിയില്ല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് വീഡിയോ ഇടുമ്പം യൂട്യൂബ് നമ്മുടെ വീഡിയോയിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സിലോട്ട് ഈ ഒരു വീഡിയോ സജഷനിലോട്ട് പോകും എന്നുള്ളത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ അൺലിസ്റ്റഡ് ഇട്ടിട്ട് പിന്നെ നമ്മൾ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അവിടെ വ്യൂസ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഈ എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പബ്ലിക് ആക്കാറുണ്ട്. ലാസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പബ്ലിക് ആക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് എനിക്ക് അധികം വ്യൂസ് കിട്ടാറില്ല. അപ്പം അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അൺലിസ്റ്റഡ് ആക്കിയിട്ട് പിന്നെ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ വ്യൂസ് കൂടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ജേർണിയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. കാരണം നമ്മളെപ്പോലെ ഒരുപാട് ബിഗിനേഴ്സ് ഈ ഒരു യൂട്യൂബിൽ ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ ഡ്രീമായിരിക്കും ഈ ഒരു മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് നമ്മൾ കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ നോർമലി ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾക്ക് കൂടി അറിയിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്നെപ്പോലെ ബിഗിനർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സസ് ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ തിയറി ക്ലാസ്സസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളത് പതുക്കെ പ്രാക്ടിക്കലിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഏകദേശം 30-40 ക്ലാസ്സോളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇനിയും എൻ്റെ കൂടെ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി ക്ലാസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.